ജമ്മു കാശ്മീരിൽ സൈന്യം കസ്റ്റഡിയിലെടുത്ത 3 യുവാക്കൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ സൈന്യം ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. ആഭ്യന്തര അന്വേഷണത്തിന് പുറമെ ബ്രിഗേഡ് കമാൻഡർ തല അന്വേഷണവും ഉണ്ടാകും. അച്യുതൻ വിവരങ്ങളുമായുണ്ട്. അച്യുതൻ, സൈന്യം പുതിയ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. എന്താണ് ഈ ആഭ്യന്തര അന്വേഷണത്തിന്റെ വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, ഈ പൂഞ്ചിയിലെ ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട പ്രദേശവാസികളായ 3 യുവാക്കളെ സൈന്യം ചോദ്യം ചെയ്തത്. തൊട്ടു പിന്നാലെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ 3 യുവാക്കളും കൊല്ലപ്പെട്ട നിലയിൽ കാണുകയായിരുന്നു. ഈ യുവാക്കളുടെ ഈ ദുരൂഹ മരണത്തിൽ നേരത്തെ തന്നെ ഈ ഒരു അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ന് സൈനിക മേധാവി അടക്കം ഇവിടെ എത്തി ജമ്മു കാശ്മീരിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സൈന്യം ഒരു ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു ആഭ്യന്തര അന്വേഷണത്തിന് പുറമെ ബ്രിഗേഡ് കമാൻഡർ തല അന്വേഷണമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഭീകരരുടെ ഒരു ഇടപെടൽ ഈ മരണവുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സൈന്യം ഒരു ഉന്നതതല അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. നിലവിൽ ഈ മേഖലയിൽ ഇപ്പോൾ ഇന്റർനെറ്റിന് താൽക്കാലികമായിട്ടുള്ള നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ സേനയെ ഈ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഈ പൂഞ്ചിൽ ഇപ്പോഴും സൈന്യത്തിന്റെ തെരച്ചിലും പുരോഗമിക്കുകയാണ്. അപ്പോൾ സൈനിക നടപടി ജമ്മു കാശ്മീരിൽ പുരോഗമിക്കുന്നു. അതിനിടയിലാണ് ഈ 3 യുവാക്കളുടെ ദുരൂഹ മരണത്തിൽ ഇപ്പോൾ സൈന്യം ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗോപികൃഷ്ണൻ. ശരി, അച്യുതൻ ആണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ജമ്മു കാശ്മീരിൽ സൈന്യം കസ്റ്റഡിയിലെടുത്ത 3 യുവാക്കൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ സൈന്യം ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആഭ്യന്തര അന്വേഷണത്തിന് പുറമെ ബ്രിഗേഡ് കമാൻഡർ തല അന്വേഷണവും ഇതിനോടൊപ്പം ഉണ്ടാകും. അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ അച്യുതൻ പങ്കുവച്ചത്. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ ഈ ക്രിസ്മസ് ദിനത്തിലും പരിശോധിച്ചത്.